പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് SSC ഹയർ സെക്കൻഡറി ലെവൽ എക്സാം 2024 ചോദിച്ചിട്ടുള്ള ജോഗ്രഫി ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇത് 3 സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിന്റെ ആദ്യത്തെ സീരീസ് ആണ് ഈ ഒരു ക്ലാസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം പരിശോധിക്കാം. Which of the following groups of places in India has little differences in day and night temperature? ഡേ നൈറ്റ് ടെമ്പറേച്ചറിൽ ചെറിയ വ്യതിയാനം മാത്രമുള്ള തന്നിട്ടുള്ള ഗ്രൂപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് ഡേ നൈറ്റ് ടെമ്പറേച്ചറിൽ ചെറിയ വ്യതിയാനമുള്ളത്? ഓപ്ഷൻ 1 ചെന്നൈ തിരുവനന്തപുരം, ഓപ്ഷൻ 2 ജയ്പൂർ ജയ്സാമിർ, 3 ഭോപ്പാൽ ആൻഡ് ഇൻഡോർ, നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഓപ്ഷൻ ജമ്മു ആൻഡ് കാശ്മീർ. ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം 2 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പെൻസിലാർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എയറിന്റെ ഹീറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പെൻസിലാർ ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് പെൻസിലാർ ഇന്ത്യ? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തെയാണ് പെൻസിലാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെ, ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് പെൻസിലാർ പ്ലേറ്റു എന്ന് പറയുന്നത് ഒരു എന്താണ് ഉപദ്വീപാണ്. 3 വശവും അവിടെ എന്ത് ചെയ്യുന്നു? സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ ഗണ്യമായിട്ട് ഈ സമുദ്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടുത്തെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ സ്വാധീനം ചെലുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പകൽ സമയത്ത് സൂര്യരശ്മികൾ ഈ പറയുന്ന സമുദ്രഭാഗത്തും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ്? ഈ കാണുന്ന കരപ്രദേശത്തും വന്നു ചേരുന്നുണ്ട്. തൽഫലമായിട്ട് ആദ്യം ചൂട് പിടിക്കുന്നത് കരയാണ്. കാരണം കര ഒരു സോളിഡ് ആണ്. കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതേസമയം ഓഷ്യൻ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. സാവധാനമേ ചൂട് പിടിക്കത്തുള്ളൂ, സാവധാനമേ തണുക്കുകയും ഉള്ളൂ. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഏറ്റവും പെട്ടെന്ന് ചൂട് പിടിക്കുന്നത് ഈ കരപ്രദേശമാണ്. അപ്പൊ ആ കരപ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ വായുവും ചൂട് പിടിക്കുന്നു. സ്വാഭാവികമായിട്ടും അന്തരീക്ഷ വായു ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായുവിൻ എക്സ്പാൻഡ് ആകുന്നു. അന്തരീക്ഷ വായു വികസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വികസിച്ച അന്തരീക്ഷ വായുവിന്റെ ഡെൻസിറ്റി കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? താപം വർദ്ധിക്കുമ്പോൾ എയറിന്റെ അറ്റ്മോസ്ഫിയർ എയറിന്റെ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ? വിപരീതമായിട്ട് നടക്കുന്ന, താപം വർദ്ധിക്കുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സാന്ദ്രത കുറഞ്ഞ ഒരു വസ്തു, ഡെൻസിറ്റി ഡിക്രീസ് ആയ എയർ ഇനി അസെൻഡ് ചെയ്യുന്നു, ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൽഫലമായിട്ട് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറും. അതേസമയം ഓഷ്യൻ താരതമ്യപ്പെടുത്തുമ്പോൾ, കരയും കടലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കടൽ എന്ന് പറയുന്നത്, ഓഷ്യൻ എന്ന് പറയുന്നത് സാവധാനം ചൂട് പിടിക്കുന്നതിന്റെ ഫലമായിട്ട് അതൊരു ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും. അപ്പോൾ വിൻഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ എയറിന്റെ സർക്കുലേഷനെയാണ് നമുക്ക് വിൻഡ് എന്ന് പറയാൻ കഴിയുന്നത്. വിൻഡ് എങ്ങനെയാണ് വീശുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാണ് ബ്ലോ ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. എപ്പോഴും ഓർത്തു വെക്കുക, വിൻഡ് ഫോം ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കുള്ള എയറിന്റെ സഞ്ചാരത്തെ, മൂവ്മെന്റിനെയാണ് നമുക്ക് വിൻഡ് എന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിന്റെ ഫലമായിട്ട്, കര ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നതിന്റെ ഫലമായിട്ട് ഈ സമുദ്രത്തിൽ നിന്നുള്ള ഹൈ പ്രഷർ, തണുത്ത എയർ
അല്ലെ, തണുത്ത എയർ എങ്ങോട്ട് വീശുന്നു? ഈ ലോ പ്രഷറായ കരയിലേക്ക് വീശുന്നതിന്റെ ഫലമായിട്ട് കര എന്ത് ചെയ്യുന്നില്ല? ആ കരപ്രദേശത്ത് അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നില്ല. സമുദ്രവുമായി അടുത്ത് നിൽക്കുന്ന കരപ്രദേശത്ത് അതിശക്തമായിട്ടുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതാണ് ഈ ഉപദ്വീപീയ ഇന്ത്യയിൽ സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങൾ, പ്രധാനമായിട്ടും ചെന്നൈ, തിരുവനന്തപുരം. അവിടുത്തെ ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ല. ചിലപ്പോൾ പകൽ സമയത്തെ കൂടിയ താപനില എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. രാത്രിത്തെ കൂടിയ താപനില രേഖപ്പെടുത്തുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇതിന് കാരണം എന്താണ്? രാത്രിയാകുമ്പോൾ കര പെട്ടെന്ന് രാത്രിയാകുമ്പോൾ കര പെട്ടെന്ന് തണുക്കുന്നതിന്റെ ഫലമായിട്ട് കര ഒരു ഹൈ പ്രഷറും കടൽ കടൽ സാവധാനമേ തണുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രി കടൽ ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷറുമാണ്. സ്വാഭാവികമായിട്ടും കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്? ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്കാണ് വീശുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഡേ നൈറ്റ് ടെമ്പറേച്ചർ ഈ സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള ചെന്നൈ, തിരുവനന്തപുരത്തൊക്കെ തന്നെ ഒരു വലിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയാത്തത്. സമുദ്ര സാമീപ്യമാണ്. അതേസമയം ഇന്ത്യയുടെ മധ്യഭാഗമൊക്കെ കാണുന്ന ഈ ഭോപ്പാൽ, അവിടെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും പകൽ സമയത്തെ. രാത്രിത്തെ ഏറ്റവും കൂടിയ താപനില രേഖപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ വളരെ വലിയൊരു ഡിഫറൻസ് കാണാൻ കഴിയും. 24 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാരണം കരയിൽ നിന്നും അകന്നാണ് ഈ പ്രദേശം നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ചെന്നൈ ആൻഡ് തിരുവനന്തപുരമാണ്. സമുദ്ര സാമീപ്യം അടുത്തുള്ള പ്രദേശങ്ങളിൽ ഓഷ്യന്റെ ഇൻഫ്ലുവൻസ് മൂലം ഡേ നൈറ്റ് ടെമ്പറേച്ചറിൽ വലിയൊരു വ്യതിയാനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്ലൈമറ്റ് ഈസ് ഇൻകറക്റ്റ്? ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവന, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഇന്ത്യസ് ക്ലൈമറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് സബ്ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. Coastal areas of India experience less contrast in temperature condition as compared to the interior of the country. Monsoon type of climate is found mainly in South and Southeast Asia. India experience comparatively stronger winters as compared to Central Asia. ഓരോന്നും നമുക്ക് പരിശോധിക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇന്ത്യസ് ക്ലൈമറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ 2 മേഖലകളായിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ ക്ലൈമറ്റിനെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്? 2 ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഭാഗം ഇന്ത്യൻ മെയിൻലാൻഡിന്റെ സതേൺ പോയിന്റ്, എന്ന് പറയുന്ന കന്യാകുമാരിയാണ്. അവിടെ കൂടി കടന്നു പോകുന്ന ലാറ്റിറ്റ്യൂഡൽ ലൈൻ 8 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡൽ ലൈനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ട് താഴെയാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡൽ ലൈൻ ആയിട്ടുള്ള ഇക്വേറ്റർ വരുന്നത്. സ്വാഭാവികമായിട്ടും വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ഈ കാണുന്ന 0 ഡിഗ്രിക്കും 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിന് ലൈൻ ആയിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിലുള്ള പ്രദേശം. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ പ്രധാനമായിട്ടും ഏത് റീജൻ? ട്രോപ്പിക്കൽ റീജൻ ആയിട്ട്, ഉഷ്ണമേഖലാ പ്രദേശമായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിന്റെ മുകളിൽ വരുന്ന ഭാഗം, നോർത്ത് വരുന്ന ഭാഗം അല്ലെ, ഇതിന്റെ മുകളിലോട്ട് വരുന്ന ഭാഗം, പ്രധാനമായിട്ട് ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിനൊക്കെ വരുന്ന ഉത്തര മഹാസമതലമൊക്കെ രൂപം കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു മിതോഷ്ണ മേഖലാ കാലാവസ്ഥയാണ്. അവിടെ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നില്ല, സൂര്യരശ്മികൾ വളഞ്ഞാണ് എത്തുന്നത്. ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്നത് കൊണ്ട് തന്നെ അവിടെ താപം വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് സബ് ട്രോപ്പിക്കൽ റീജൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം.
അപ്പൊ ഇന്ത്യയുടെ ക്ലൈമറ്റ് ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഇന്ത്യ 2 ക്ലൈമറ്റിക് റീജിയൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ട്രോപ്പിക് റീജിയൻ ആസ് വെൽ ആസ് സബ് ട്രോപ്പിക് റീജിയൻ. പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യ ഒരു ട്രോപ്പിക് റീജിയൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാത്തതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സമുദ്ര സാമീപ്യത്തിന്റെ ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞ സബ് ട്രോപ്പിക്കൽ റീജിയന്റെ മധ്യഭാഗത്ത് വരുന്ന പ്രദേശം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമ്മർ സീസണിൽ ഭയങ്കരമായ ചൂടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ലാൻഡ് ലോക്ക്ഡ് ആണ് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അത് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. Coastal areas of India experience less contrasts in temperature condition as compared to the interior of the country. ഇന്ത്യയുടെ ഇന്റീരിയർ ഉൾഭാഗത്തുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന തീവ്രമായിട്ടുള്ള താപം, ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എവിടെ അനുഭവപ്പെടുന്നില്ല? കോസ്റ്റൽ ഏരിയയിൽ അനുഭവപ്പെടുന്നില്ല. ശരിയാണ്, നമ്മൾ അതിന്റെ ആൻസർ വേണം. അപ്പൊ ആദ്യത്തേത് ശരി, രണ്ടാമത്തേത് ശരി. അടുത്തത് മൺസൂണുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഈസ് ഫൗണ്ട് മെയിൻലി ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് നമുക്ക് എവിടെയാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് എവിടെയാണ്? സ്വാഭാവികമായിട്ടും ഏഷ്യൻ വൻകര എടുക്കുമ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം, പ്രധാനമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന സൗത്ത് സെന്റർ ആയിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ കഴിയുന്നത് ഈ രീതിയിൽ. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥയെ ഗണ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് മൺസൂൺ എന്ന് പറയുന്നത്. അപ്പൊ സൗത്തും അതുപോലെ തന്നെ ഈ കാണുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? മൺസൂൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 4ാമത്തെ പോയിന്റ് ആണ് തെറ്റ്. എടാ, ഇന്ത്യ എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ വിന്റേഴ്സ് ആസ് കമ്പയർഡ് ടു സെൻട്രൽ ഏഷ്യ. ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് പാമീർ പീഠഭൂമിയൊക്കെ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ ഭാഗം, ഇന്ത്യ കഴിഞ്ഞു പോകുന്ന നോർത്തേൺ ഭാഗത്താണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം അതികഠിനമായിട്ടുള്ള ശൈത്യകാലമാണ് അനുഭവപ്പെടുന്നത്. ആ ശൈത്യക്കാറ്റുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആയിട്ടുള്ള ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അല്ലെ. ആ ശൈത്യക്കാറ്റുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ ഇന്ത്യക്ക് നൈസർഗികമായിട്ടുള്ള ഒരു കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്നതിൽ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഗണ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യയിൽ അനുഭവപ്പെടുന്ന അത്രമാത്രം കാഠിന്യം കൂടിയ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാഠിന്യം കൂടിയ ഒരു വിന്റർ സീസൺ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ആകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഇന്ത്യ എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ വിന്റർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആസ് കമ്പയർഡ് ടു സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ ഒരു സ്ട്രോങ്ങർ വിന്റർ ആണ് എക്സ്പീരിയൻസ് ആകുന്നത്, അത്രമാത്രം നമുക്ക് എക്സ്പീരിയൻസ് ആകുന്നില്ല. അടുത്ത ചോദ്യവും ഇന്ത്യൻ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു റിസീവ് റെയിൻ ഫ്രം ദ മൺസൂൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തിച്ചേരുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്, ഏത് സ്റ്റേറ്റ് ആണ്? 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഗോവ, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ മൺസൂൺ എത്തിച്ചേരുന്നത് ഏത് മാസത്താണ്? ജൂൺ മാസത്തോടു കൂടിയാണ് ഇന്ത്യയിൽ മൺസൂൺ എത്തിച്ചേരുന്നത്, ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. എന്നാൽ ചില മാസങ്ങളിൽ മെയ് അവസാനത്തോടു കൂടിയും ഇന്ത്യയിൽ മൺസൂൺ എത്തുന്നുണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആൻസർ എന്ന് പറയുന്നത് ജൂണിലെ ആദ്യ വീക്കിൽ, ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ. ആരാ ഈ മൺസൂൺ എന്ന് പറയുന്നത്? ഈ മൺസൂൺ എന്ന് പറയുന്നത് ഈ കാണുന്ന 0 ഡിഗ്രി അക്ഷാംശ രേഖ കണ്ടല്ലോ അല്ലെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ. അതിന് തൊട്ട് താഴോട്ട് വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഞാനൊരു വരയ്ക്കാണ് 30 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ. ഈ 30 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനിൽ നിന്നും ഒരു വിൻഡ് വരുന്നുണ്ട്. സാധാരണയായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ,
23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ പാസ് ത്രൂ കടന്നു പോകുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടിയാണ് 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ കടന്നു പോകുന്നത്. പറഞ്ഞു വന്നത് മാർച്ച് മുതൽ ജൂൺ മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണിന്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റം എങ്ങോട്ടാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ്. ജൂൺ ആകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ 23.5 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനിൽ ലംബമായിട്ട് ആര് എത്തിച്ചേരുന്നു? സൺ എത്തിച്ചേരുന്നു. അപ്പൊ സൂര്യരശ്മികൾ ഈ ഒരു പ്രദേശത്ത് ലംബമായിട്ട് പതിക്കുന്നതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ മധ്യപ്രദേശം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നു. പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഗംഗാ സമതല പ്രദേശം എന്ന് പറയുന്ന ആ ഒരു പ്രദേശമൊക്കെ തന്നെ ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നു. അതേസമയം സണ്ണിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ ദീർഘദൂരം സഞ്ചരിച്ചാണ് എവിടെ എത്തിച്ചേരുന്നത്? 30 ഡിഗ്രി സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനിൽ എത്തിച്ചേരുന്നത്. ഇവിടെ സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനാണ്, 0 ഡിഗ്രിക്ക് താഴെ സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനാണ്. ഞാൻ എഴുതിയത് നോർത്ത് ആണ്, ഓർക്കാതെ എഴുതിയതാണ്. അപ്പൊ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈനിലുള്ള താഴെയുള്ള 30 ഡിഗ്രി സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ എന്ന് പറയുന്നത് സൂര്യരശ്മികൾ മെയ് ജൂൺ മാസങ്ങളിൽ ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്നത് കൊണ്ട് തന്നെ ഊർജം, താപം നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രദേശം ഹൈ പ്രഷറും ഇന്ത്യ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷറുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വിൻഡ് രൂപം കൊള്ളുന്നുണ്ട്. ഈ വിൻഡിനെയാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് പോകുന്നത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈനും കഴിഞ്ഞു ഈ ലോ പ്രഷർ ഏരിയയിലേക്കാണ് പോകേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഒരു വിൻഡിന് നമ്മൾ പേരിടുന്നത് ആ വിൻഡ് എവിടെ നിന്നാണോ രൂപം കൊള്ളുന്നത്, എവിടെ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ രൂപം കൊള്ളുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിന് പേരിടുന്നത്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പേരിടാൻ കാരണം ഇത് തെക്ക് നിന്ന് വരുന്ന കാറ്റാണ്. തെക്ക് മാത്രമാണോ? തെക്ക് കിഴക്ക് നിന്ന് വരുന്ന കാറ്റാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റ്, താഴെ സൗത്ത്, ഇവിടെ എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ് നോർത്ത്. അപ്പോൾ ഹൈ പ്രഷർ ഏരിയ ആയിട്ടുള്ള സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ ആയിട്ടുള്ള 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈനിൽ നിന്നും രൂപം കൊള്ളുന്ന ഈ കാറ്റിന് കോറിയോലിസ് ഫോഴ്സ് കാരണം ഈ കാറ്റിന് സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. എങ്ങനെയാണ്? ലെഫ്റ്റിലേക്ക് ചരിയുന്നു. എന്താണ് ഈ കോറിയോലിസ് ഫോഴ്സ്? ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വായു, ജലം എന്നിവയുടെ സഞ്ചാര ദിശ സതേൺ ഹെമിസ്ഫിയറിൽ എവിടെയാണ്? സതേൺ ഹെമിസ്ഫിയർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈന് താഴെ വരുന്ന ഭാഗമാണ് സതേൺ ഹെമിസ്ഫിയർ. നമ്മളിപ്പോൾ കണ്ട 30 ഡിഗ്രി സൗത്ത് ഒക്കെ വരുന്ന ഈ സതേൺ ഹെമിസ്ഫിയറിൽ കാറ്റ്, ജലം എന്നിവയുടെ സഞ്ചാര ദിശയ്ക്ക് എങ്ങോട്ടാണ്? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സതേൺ ഹെമിസ്ഫിയറിൽ കാറ്റ്, ജലം എന്നിവയുടെ സഞ്ചാര ദിശയ്ക്ക് എങ്ങോട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത്? ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് വ്യതിയാനം സംഭവിക്കുന്നത്. അവിടെ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കാറ്റ്, ജലം എന്നിവ സഞ്ചരിക്കുന്നത്. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുമ്പോൾ അവിടെ കാറ്റ്, ജലം എന്നിവയുടെ സഞ്ചാര ദിശയ്ക്ക് എങ്ങോട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത്? റൈറ്റ് വേർഡ് ഡയറക്ഷനിലാണ് വ്യതിയാനം സംഭവിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിയുന്നത്. ഇത് കോറിയോലിസ് ഫോഴ്സ് ആണ്. ഫെറൽ ലോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭൂമി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കാറ്റ്, ജലം എന്നിവയുടെ സഞ്ചാര ദിശ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാണ്? റൈറ്റ് വേർഡ് ഡയറക്ഷനിലും സതേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് 30 ഡിഗ്രി സതേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനിൽ നിന്നും രൂപം കൊള്ളുന്ന ഈ ഒരു വിൻഡിന് എങ്ങോട്ടാണ് ഡയറക്ഷൻ വ്യതിയാനം സംഭവിക്കുന്നത്? ഈ രീതിയിൽ അല്ലെ, ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാറ്റിനെ സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ നിന്ന് വരുന്ന ഒരു കാറ്റായിട്ട് നമുക്ക് കാണുന്നത്. ഇതാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അപ്പൊ ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ലൈന് ഭേദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കാറ്റിന് വീണ്ടും ഡയറക്ഷന് വ്യതിയാനം സംഭവിക്കുന്നു. എങ്ങോട്ടാണ്? ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിലേക്ക്. ഇത് ഇവിടെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇവിടെ ലെഫ്റ്റ് ആണെങ്കിൽ ആ ലെഫ്റ്റ് വേർഡ് ഡയറക്ഷനിൽ മാറ്റം വന്ന് റൈറ്റ് വേർഡ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാ തിരിയുന്നത്? ഇങ്ങനെ റൈറ്റ് വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ റൈറ്റ് വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ
എന്താണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ദിശാവ്യതിയാനം സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? ഇത് വെസ്റ്റേൺ ഭാഗമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ദിശാവ്യതിയാനം സംഭവിക്കപ്പെട്ട സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് ആദ്യം എത്തിച്ചേരുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഏറ്റവും സദേൺ ഭാഗത്തായിട്ടുള്ള കേരള, അല്ലെ? അറബിക്കടൽ വഴി കേരളത്തിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. അതിനുശേഷം ഇത് കോഴിക്കോട് എത്തിച്ചേരുന്നു, കർണാടകത്തിലേക്ക് എത്തിച്ചേരുന്നു, മഹാരാഷ്ട്ര ഗോവയിലേക്ക് എത്തിച്ചേരുന്നു, ഗുജറാത്തിലേക്ക്. ജൂൺ അവസാനം ജൂലൈ മാസത്തോടുകൂടി മൺസൂൺ കാറ്റുകൾ, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ ഗുജറാത്തൻ തീരപ്രദേശത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് മൺസൂണിന്റെ ബിഗിനിങ് എന്ന് പറയുന്നതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. മൺസൂൺ ബിഗിൻ ചെയ്യുന്നത്, ഇന്ത്യയിൽ മൺസൂൺ ആരംഭം കുറിക്കുന്നത് ജൂൺ ആദ്യത്തോടു കൂടി എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഫസ്റ്റ് എത്തിച്ചേരുന്നത് എവിടെയാണ്? കേരളത്തിൽ. ഏത് റീജൻ അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്ട്? തിരുവനന്തപുരമാണ് ആദ്യം എത്തിച്ചേരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മളിപ്പോൾ പഠിച്ചതുമായി ബേസ് ചെയ്തുകൊണ്ടാണ് വീണ്ടും അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. Which of the following statements is incorrect regarding the Coriolis force? Coriolis forceുമായിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? It deflect the wind to the right in the north, left in the south. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയർ 0 ഡിഗ്രി ഇക്വേറ്ററിന് മുകളിൽ വരുന്ന പ്രദേശം, അവിടെ ഒരു വിൻഡ് രൂപം കൊള്ളുമ്പോൾ ആ വിൻഡിന്റെ ദിശാവ്യതിയാനം എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ ഒരു കാറ്റ് രൂപം കൊള്ളുമ്പോൾ അവിടെ ദിശാവ്യതിയാനം എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. അത് ശരിയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് ശരിയാണ്. രണ്ടാമത്തെ നോക്കൂ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും മുകളിലോട്ട് പോകും തോറും കോറിയോലിസ് ഫോഴ്സിന്റെ തീവ്രത വർദ്ധിക്കുന്നു. ശരിയാണ്. ഡിഫ്ലക്ഷൻ ഈസ് ലെസ് വെൻ ദ വിൻഡ് ഈസ് ഹൈ. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അത് ശരിയല്ല. നമ്മളിപ്പോൾ കണ്ടത് വിൻഡിന്റെ സ്പീഡിനെയാണ് കോറിയോലിസ് ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇല്ല, വിൻഡിന്റെ സ്പീഡിനെ അല്ല അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തിനെയാണ്? വിൻഡിന്റെ ഡയറക്ഷനെയാണ് കോറിയോലിസ് ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്. വിൻഡിന്റെ സ്പീഡിനെ ബാധിക്കുന്നില്ല, അത് തെറ്റാണ്. ഇറ്റ് ഈസ് ആബ്സെന്റ് അറ്റ് ദി ഇക്വേറ്റർ. ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് 0 ഡിഗ്രി ഇക്വേറ്റർ പ്രദേശത്ത് നമ്മൾക്ക് ഈ പറയുന്ന കോറിയോലിസ് ഫോഴ്സ് വളരെ ആബ്സെന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്ന, വളരെ മൈൽഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ധ്രുവ പ്രദേശത്തിലേക്ക് എത്തുമ്പോൾ കോറിയോലിസ് ഫോഴ്സിന്റെ തീവ്രത വർദ്ധിക്കുന്നു. അതായത് ഇതിന്റെ ഡയറക്ഷൻ വ്യതിയാനം സംഭവിക്കുന്നതിന്റെ തീവ്രത വർദ്ധിക്കുന്ന കേസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? സി ആണ്. സോറി, മൂന്നാമത്തേതാണ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. ഡിഫ്ലക്ഷൻ ഈസ് ലെസ് വെൻ ദ വിൻഡ് ഈസ് ഹൈ. വിൻഡിന്റെ സ്പീഡിനെയോ വിൻഡിന്റെ തീവ്രതയോ പറ്റി കോറിയോലിസ് ഫോഴ്സ് പറയുന്നില്ല. കോറിയോലിസ് ഫോഴ്സ് വിൻഡിന്റെയും ജലത്തിന്റെയും ദിശാവ്യതിയാനം, ഡയറക്ഷൻ ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓറോഗ്രാഫിക് റെയിൻഫോൾ ഒക്കേഴ്സ് when? എന്താ ഓറോഗ്രാഫിക്? പർവ്വതം. ഓറോഗ്രാഫ് പർവ്വതം, പർവ്വതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മഴയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എ സൈക്ലോൺ മേക്സ് എ ലോൺ ഫോൾ. അവിടെ നമ്മൾ ഓറോഗ്രാഫിക് പർവ്വതവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. രണ്ടാമത്തേത് സാച്ചുറേറ്റഡ് എയർ മാസ് കംസ് അക്രോസ് എ മൗണ്ടെയിൻ. മൗണ്ടെയിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കാം. ഹോട്ട് എയർ റൈസസ് അപ്പ് ഇൻ കൺവെൻഷണൽ കറന്റ്. ശരിയാകുമോ? നോക്കാം. ദ എയർ മാസസ് കൊളൈഡ് അറ്റ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ. ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോണിൽ എയർ കൂട്ടിമുട്ടുന്ന സംഗമമാണ് ഈ പറയുന്ന ഓറോഗ്രാഫിക് റെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടാ, നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടു.
അറബിക്കടലിന് സമാന്തരമായിട്ട് നിൽക്കുന്ന പ്രദേശത്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് നമുക്കറിയാം ഈ കാണുന്നത് പോലെ വെസ്റ്റേൺ ഗേറ്റ് നിൽപ്പുണ്ട്. അപ്പൊ ഈ പറയുന്ന വെസ്റ്റേൺ ഗേറ്റ്, ഈ പറയുന്ന സമുദ്രത്തിന്റെ മുകളിൽ കൂടി വരുന്ന കാറ്റ് സമുദ്രത്തിൽ നിന്നുള്ള ജലത്തെ കൂടി അബ്സോർബ് ചെയ്തുകൊണ്ട് വരുന്ന കാറ്റാണ്. ദാറ്റ് ഈസ് വാം മോയിസ്റ്റ് എയർ റൈസസ് ഓവർ ഹൈ ഗ്രൗണ്ട്. ഇത് ഉയർന്നു പൊങ്ങുന്നു അല്ലെ, അതെന്ത് ചെയ്യുന്നു, കൂളിങ്ങിന് വിധേയമായി അതെന്തായിട്ട് മാറുന്നു, മഴമേഘങ്ങളായിട്ട് മാറുകയും ഈ മഴമേഘങ്ങൾ പർവ്വത ചരിവുകളിൽ തട്ടിപ്പെയ്യുന്ന മഴയെയാണ് ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് തന്നിട്ടുള്ള. സാച്ചുറേറ്റഡ് എയർ മാസ് കം അക്രോസ് എ മൗണ്ടെയിൻ, ഇറ്റ് ഈസ് നോൺ ആസ്, നമുക്ക് എന്തായിട്ട് പറയാം, ഓറോഗ്രാഫിക് റെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. അപ്പൊ ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത് പർവ്വത ചരിവിൽ തട്ടിപ്പെയ്യുന്ന മഴയെയാണ് നമുക്ക് എന്തായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്, ഓറോഗ്രാഫിക് റെയിൻ ആയിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇത് വെസ്റ്റേൺ ഗേറ്റ്, പശ്ചിമഘട്ട മലനിരകളാണ് ഈ കാണുന്നത്. പശ്ചിമഘട്ട ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്, ഇത് പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ഭാഗമാണ്. ഇത് നമ്മുടെ അറബിക്കടലാണ്, കേരളത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈസ്റ്റേൺ ഭാഗമാണ്, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അറബിക്കടലിൽ നിന്ന് വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ കാണുന്നത് പോലെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് തട്ടി മഴ പെയ്യുന്നത്. കിഴക്കൻ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. സോ ഈ പശ്ചിമഘട്ടത്തിന്റെ ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് ഒരു റെയിൻ ഷാഡോ റീജൻ ആണ്. ഉദാഹരണത്തിന് ഇടുക്കി ജില്ലയിലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അത് ഈ പറഞ്ഞ വെസ്റ്റേൺ ഗേറ്റിന്റെ ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെ ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത അവിടെ റെയിൻ ഷാഡോ, മഴ നിഴൽ പ്രദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി നമ്മൾ പഠിച്ചു. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെസ്റ്റേൺ ഗേറ്റിന്റെ വെസ്റ്റേൺ ഭാഗത്താണ്, നോട്ട് ഈസ്റ്റേൺ പാർട്ട്. വെസ്റ്റേൺ ഭാഗത്ത് തട്ടി പെയ്ത് തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൽ നിനോ ഈസ് എ ക്ലൈമാറ്റിക് പാറ്റേൺ ദാറ്റ് ഡിസ്ക്രൈബ് ദ അൺയൂഷ്വൽ വാർമിംഗ് ഓഫ് സർഫേസ് വാട്ടേഴ്സ് ഇൻ വിച്ച് ഓഷ്യൻ? എൽ നിനോ എന്ന് പറയുന്ന അൺയൂഷ്വൽ ക്ലൈമറ്റ് പാറ്റേൺ ഏത് സമുദ്രത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇന്ത്യൻ ഓഷ്യൻ, രണ്ടാമത്തെ ഓപ്ഷൻ പസഫിക് ഓഷ്യൻ, മൂന്നാമത്തേത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. ഈ എൽ നിനോയ്ക്ക് ഇന്ത്യൻ കാലാവസ്ഥ, ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബന്ധമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എൽ നിനോ എന്ന് പറയുന്ന അൺയൂഷ്വൽ ക്ലൈമാറ്റിക് പാറ്റേൺ ഫോം ചെയ്യുന്നത് പസഫിക് ഓഷ്യനിലാണ്. കണ്ടോ, ഇത് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യന്റെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് നമുക്ക് ഈ പസഫിക്കിന്റെ കിഴക്കൻ ഭാഗത്തായിട്ട് സൗത്ത് അമേരിക്ക വരുന്നുണ്ട്. നമുക്കിവിടെ കാണാം സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗം, ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം, ഈ ഒരു ഭാഗമാണ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് കണ്ടോ, ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് വരുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ നമുക്കിവിടെ കാണാം, ഏഷ്യൻ വൻകര കാണാം, നമ്മുടെ ഇന്ത്യ നമുക്കിവിടെ കാണാം. ഇപ്പൊ ഇത് മനസ്സിലാക്കി തന്ന പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും തമ്മിലൊക്കെ കണക്റ്റ് ആയിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു സമയത്ത്, പ്രത്യേകിച്ച് സാധാരണ ഒരു നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ, ഈ സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വരുന്ന പെറു റീജിയൻ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും. അതേസമയം ഇന്ത്യൻ ഓഷ്യൻ വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയയുമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, വിൻഡ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കുള്ള കാറ്റിന്റെ സഞ്ചാരമാണ് വിൻഡ് എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം, നമ്മൾ നേരത്തെ
ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. 0° ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ദേ കോറിയോലിസ് ഫോഴ്സ് കാരണം ഇന്ത്യയിലേക്ക് ദേ ഈ രീതിയിൽ പ്രവേശിക്കുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂണിന് 2 ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, പടിഞ്ഞാറൻ ഭാഗം വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന അറേബ്യൻ ബ്രാഞ്ച്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളിൽ മഴ നൽകിക്കൊണ്ട് വരുന്നതാണ് അറേബ്യൻ ബ്രാഞ്ച്, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ അറേബ്യൻ ബ്രാഞ്ച്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കോറിയോലിസ് ഫോഴ്സ് കാരണം ചില കാറ്റുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാതെ ഈ കാണുന്ന ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കടക്കുന്നുണ്ട്. കണ്ടോ, ഇവ പുറത്തേക്ക് പോവുകയാണ്, ഇന്ത്യക്ക് അകത്തേക്ക് കടക്കാതെ. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഈസ്റ്റർലി ജെറ്റ് സ്ട്രീം വരുന്നുണ്ട്. കിഴക്കൻ ജെറ്റ് സ്ട്രീം കാറ്റാണ്. ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയർന്ന വിതാനത്തിൽ രൂപം കൊള്ളുന്ന കാറ്റാണ്. അറിഞ്ഞൂടാത്തവർ അതൊന്നും ആ പോയിന്റ് അങ്ങനത്തെ ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും ജെറ്റ് സ്ട്രീമുമായി കണക്ട് ചെയ്യാൻ കഴിയും. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ലോവർ ലെയർ ആണ്. ആ ലോവർ ലെയറിന്റെ ഉയർന്ന വിതാനത്തിൽ വീശുന്ന ആവറേജ് ഉയരം എന്ന് പറയുന്നത്, ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. ആ ഉയർന്ന വിതാനത്തിൽ വീശുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ഏത് ജെറ്റ് സ്ട്രീമാണ്, ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീമാണ് നമ്മൾ കണ്ടത്. കിഴക്ക് നിന്ന് വരുന്ന കാറ്റാണ്. ഒരു കാറ്റിന് പേരിടുന്നത് ആ കാറ്റ് എവിടെ നിന്നാണോ വരുന്നത്. അപ്പൊ ഈ ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ബേ ഓഫ് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കാത്ത സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളെ കറക്കിയെടുത്ത് വീണ്ടും എങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വഴി മേഘാലയ, ആസാം ഈ പ്രദേശങ്ങളിൽ കൂടി ഇന്ത്യക്ക് അകത്തേക്ക് പ്രവേശിക്കുകയും സ്വാഭാവികമായിട്ട് അറബിക്കടലിൽ എത്തുമ്പോൾ തന്നെ ഇത് വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേ ഓഫ് ബംഗാളിൽ എത്തുമ്പോൾ വീണ്ടും ജലത്തെ അബ്സോർബ് ചെയ്ത് ഇത് ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം ഏകദേശം 20-25 നോർത്തേൺ ലാറ്റിറ്റ്യൂഡിനൽ ലൈനിന്റെ ഇടയിലായിട്ടാണ് ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീമിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷമിക്കണം, 5 മുതൽ 15 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലായിട്ടാണ് ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം തടഞ്ഞു നിർത്തി ഇതിനെ വഴിതിരിച്ച് വീണ്ടും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിലെ മൗസിൻ റാമാണ്. ആ പ്രദേശത്തേക്ക് തന്നെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലഘട്ടത്തിലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണ്. അപ്പൊ ഈ പറയുന്ന ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീമിന്റെ അഭാവം, ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം ഇന്ത്യയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്ത്യയിലെ മൺസൂൺ വീക്കാവും. അതാണ് എൽ നിനോ പ്രതിഭാസം എന്ന് പറയുന്നത്. ചില വർഷങ്ങളിൽ മാത്രം രൂപം കൊള്ളുന്ന അൺഒക്കറൻസ് ആയ ഒരു ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പെറു റീജിയൻ എന്ന് പറയുന്നത് ചില വർഷങ്ങളിൽ അതൊരു ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറും. അതായത് അവിടെ ചൂട് കൂടുതലാണ്. അതേസമയം ഈ ഇന്ത്യൻ ഓഷ്യന്റെയൊക്കെ ഈ വരുന്ന കിഴക്കൻ ഭാഗം ഇവിടെ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയ ആയിട്ട് മാറും. കാറ്റെന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് വീശുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈസ്റ്റേൺ ജെറ്റ് സ്ട്രീം ദുർബലമാവുകയും സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിൽ തങ്ങി നിൽക്കാതെ ഇന്ത്യക്ക് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടു സൗത്ത് ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. അപ്പൊ എൽ നിനോ രൂപം കൊള്ളുന്നത് പസഫിക് ഓഷ്യനിലാണ്, ഇന്ത്യൻ ഓഷ്യനിൽ അല്ല. ഈ എൽ നിനോ ഇന്ത്യൻ ക്ലൈമറ്റിനെയും ഗണ്യമായിട്ട് ബാധിക്കുന്നുണ്ട്. എൽ നിനോ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് പെറു റീജിയനിലെ മത്സ്യ തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യത്തെ പിടിക്കുന്ന അവരായിരുന്നു ആദ്യമായിട്ട് ഇത് കണ്ടെത്തുന്നത്. പെറു റീജിയനിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടുകൂടി സമുദ്രജലം ചൂടാകുമ്പോൾ കൂട്ടത്തോടുകൂടി ചത്തു പൊങ്ങുന്നതിന്റെ ഫലമായിട്ട് അവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നാച്ചുറൽ ഒക്കറൻസ് ആയ ഒരു ക്ലൈമറ്റിക് പാറ്റേൺ രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കപ്പെട്ടത്. അപ്പൊ നോർമൽ ഇയറിനെയാണ് നമ്മൾ ലാ നിനോ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ മനസ്സിലായാലോ എൽ നിനോ ലാ നിനോ എന്താണെന്നുള്ളത്. ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എൽ നിനോ ഈസ് എ ക്ലൈമാറ്റിക് പാറ്റേൺ ദാറ്റ് ഡിസ്ക്രൈബ് ദ അൺയൂഷ്വൽ വാർമിംഗ് ഓഫ് സർഫേസ് വാട്ടേഴ്സ് ഇൻ പസഫിക് ഓഷ്യൻ.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഒറിജിനേറ്റ് ഫ്രം ദ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റ് ചൈന സീ, അറേബ്യൻ സീ, മെഡിറ്ററേനിയൻ സീ, റെഡ് സീ. ഓർക്കുക, എവിടെയാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? വിന്റർ സീസണിലാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വിന്റർ സീസണിൽ, അതായത് വിന്ററിന്റെ ആരംഭം, വിന്റർ സീസണിന്റെ ഒരു തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന കാറ്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം വിന്ററിന്റെ ആരംഭം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസം, അല്ലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വിന്റർ ആരംഭം കുറിക്കുന്നത്. അപ്പോ റാബി എന്ന് പറയുന്ന ക്രോപ്പ് എന്ന് പറയുന്ന ഒരു വിന്റർ ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. ഞാൻ പറയാൻ കാരണം ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് രൂപം കൊള്ളുന്നത് ദേ കണ്ടോ, മെഡിറ്ററേനിയൻ സീയിൽ വെച്ചാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് രൂപം കൊള്ളുന്നത്. അവിടെ നിന്ന് കാസ്പിയൻ സീ വഴി ദേ ഇറാന്റെ ഭാഗം, അഫ്ഗാനിസ്ഥാന്റെ ഭാഗം, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഹിമാലയൻ പർവ്വതനിരകൾ ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസിനെ രണ്ടായിട്ട് പിരിക്കുന്നു. ഒന്ന് ടിബറ്റൻ ഭാഗം വഴി ഹിമാലയത്തിന്റെ മുകളിൽ കൂടി പോകുന്നു. രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ സതേൺ ഭാഗമായിട്ടുള്ള പഞ്ചാബ്, ഹരിയാന, ഗംഗാ സമതല പ്രദേശം വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഇത് റാബി വിളകൾക്ക് പാകമാകാൻ, റാബി കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ക്രോപ്പാണ് വീറ്റ്, ഗോതമ്പ്. അപ്പൊ ഗോതമ്പ് ഒരു വിന്ററിന്റെ ആരംഭത്തോടു കൂടി കൃഷി ആരംഭിക്കുകയും വിന്ററോടുകൂടി നമ്മൾ ഹാർവസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഒരു വിളവാണ്. അപ്പൊ ഗോതമ്പ് പാകമാകാൻ സഹായിക്കുന്ന ഒരു കാറ്റാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ചെറിയ രീതിയിൽ മഴയുമായിട്ട് നോർത്ത് ഭാഗത്ത്, നോർത്തേൺ പ്ലെയിൻ, നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത്, ഇന്ത്യയുടെ ആ പ്രദേശത്തൊക്കെ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത്, അതായത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തും നോർത്തേൺ പ്ലെയിൻ, ഉത്തര മഹാസമുദ്രത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. റാബി ക്രോപ്പ് അതിന്റെ വിള ആകുമ്പോൾ ഹാർവസ്റ്റ് നടത്താൻ സഹായിക്കുന്നതാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. The western disturbance originate from the Mediterranean Sea. ഇന്ത്യയിൽ വിന്റർ സീസണിലാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എത്തുന്നത്. അപ്പൊ റാബി ക്രോപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വീണ്ടും വെസ്റ്റേൺ ഡിസ്റ്റർബൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡസ്റ്റി സ്റ്റോംസ് ഇൻ ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയ ഓഫ് ഇന്ത്യ. ശരിയാണോ? നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ അല്ല. ഇതിനോട് ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഹോട്ട് വിൻഡ്സ് ഡ്യൂറിങ് സമ്മർ ഇൻ നോർത്തേൺ ഇന്ത്യ. സമ്മർ അല്ല, വിന്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് തെറ്റാണ്. എക്സ്ട്രീംലി ചിൽഡ് വെദർ ഓഫ് നോർത്ത് ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ശരിയാണോ? അല്ല, അത് നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. റെയിൻഫോൾ ഡ്യൂറിങ് വിന്റേഴ്സ് ഇൻ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. വിന്റർ സീസണിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് റെയിൻഫോൾ, മഴ പെയ്യിപ്പിക്കുകയും റാബി ക്രോപ്പുകൾ വിളവെടുപ്പാൻ സഹായിക്കുകയും ചെയ്യുന്നു, ഹാർവസ്റ്റിന് സഹായിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്ന വഴി. ഒന്ന് നോക്കൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which of the following types of crops are sown at the beginning of the monsoon season? മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ആരംഭിക്കുന്ന, വിത്ത് നടുന്നത് ഏത് വിളയാണ്? 4 ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. റാബി, രണ്ടാമത്തേത് ഖാരിഫ് ക്രോപ്സ്, 3 വൈറ്റൽ ക്രോപ്സ്, 4ാമത്തേത് സെയ്ദ് എന്ന് പറയുന്നത്. ഇതിൽ മൺസൂണിന്റെ ആരംഭം നമ്മൾ കണ്ടു. എപ്പോഴാണ് മൺസൂൺ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്? ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജൂൺ മാസത്തിൽ. ജൂൺ മാസത്തിൽ കൃഷി ആരംഭിക്കുന്നതാണ് ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഖാരിഫിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഇതാണ് നമ്മുടെ റൈസ്. ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം.
അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്നത് വിത്ത് നടുന്നത്, സോൺ ചെയ്യുന്നത് ജൂൺ മാസത്തിൽ. ഹാർവസ്റ്റ് നമ്മൾ നടത്തുന്നത് എപ്പോഴാണ്? ആ മൺസൂൺ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുന്ന സമയമാണ്. അതായത് ഡ്യൂറിങ് ദ സെപ്റ്റംബർ മാസത്തിൽ, അല്ലെ, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാർവസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഖാരിഫാണ്. അതേസമയം റാബി എന്ന് പറയുന്നത് ഒരു വിന്റർ സീസണിന്റെ കൃഷിയാണ് എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. പ്രധാനമായിട്ട് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടിയാണ് ഇവിടെ സോൺ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്, വിത്ത് നടുന്നത്. അതോടുകൂടി നമ്മൾ ഹാർവസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴാണ്? ഇവിടെ നമുക്ക് ഹാർവസ്റ്റ് കാണാൻ കഴിയുന്നത് ഫെബ്രുവരി അവസാനം, അതായത് വിന്ററിന്റെ അവസാനത്തോടു കൂടി. നമ്മൾ കണ്ടു ജനുവരി ഫെബ്രുവരി മാസത്തിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എത്തുകയും റെയിൻഫാൾ എത്തുകയും ഫെബ്രുവരിയോട് കൂടി വിളവെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഹാർവസ്റ്റ്. ഇനി സെയ്ദ് എന്ന് പറയുന്നത് സമ്മർ സീസണിലെ കൃഷിയാണ് സെയ്ദ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. സെയ്ദ് വിളകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വാട്ടർ മെലൺ ഒക്കെ ഇല്ലേ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ സമ്മർ സീസണിലെ സെയ്ദ് ക്രോപ്പ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. റാബിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്നത് നമ്മുടെ വീറ്റ് ആണ്, മറക്കരുത്. അപ്പൊ ആ കേസ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. Which of the following type of crops are sown after the end of the monsoon season? Zone നടുന്നത്, അല്ലെ, ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മൺസൂൺ സീസൺ, മൺസൂണിന്റെ അവസാനത്തോടു കൂടി വിത്ത് നടുന്നത് ഖാരിഫാണോ, സെയ്ദ് ആണോ, റാബി ആണോ, വൈറ്റൽ ക്രോപ്പ് ആണോ? ഏതാണ്? റാബി ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Maximum national parks in India are located in the state of Madhya Pradesh. ശരിയാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യപ്രദേശിലാണ്. മുതുമലൈ നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ കേരളയല്ല. മുതുമലൈ നാഷണൽ പാർക്ക് തമിഴ്നാടാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത്, ദ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ഈസ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 2 എണ്ണം. ഏതൊക്കെയാണ്? 1 and 3. എവിടെയാണ് ഓപ്ഷൻ വരുന്നത്? രണ്ടാമത്തതാണ്. ബോത്ത് 1 and 3 ആർ കറക്റ്റ്. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടാണ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് എ മാംഗ്രൂവ് ഫോറസ്റ്റ്? തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ മാംഗ്രൂവ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാന, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, മണിപ്പൂര്. ഏതാണ് ആൻസർ? ആന്ധ്രാപ്രദേശ് ആണ് തന്നിട്ടുള്ളതിൽ. നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയൻ ഭാഗത്താണ് നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റുകൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ആന്ധ്രാപ്രദേശാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. ഓർത്തു വയ്ക്കുക, ഈസ്റ്റേൺ ഭാഗത്താണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഡോമിനന്റ് സ്പീഷീസ് ഓഫ് ദ ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റ്? ട്രോപ്പിക്കൽ ഡിസിഡ്യൂസ് ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തേക്ക്, അല്ലെ, നമ്മുടെ നാട്ടിൽ പറയുന്നത് തേക്ക് എന്ന് പറയുന്നതാണ് മോസ്റ്റ് സ്പീഷീസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ദ സോയിൽ ഈസ് ഫൗണ്ട് ഓൺ അബൌട്ട് 40% ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 40% ഏരിയാസിലും കാണുന്ന മണ്ണിനം ഏതാണ്? ബ്ലാക്ക് സോയിൽ, അലൂവിയൽ സോയിൽ, ലാട്രൈറ്റ് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ. യഥാർത്ഥ കണക്ക് പ്രകാരം ഇന്ത്യയുടെ 43% നമുക്ക് കാണാൻ കഴിയുന്ന മണ്ണിനമാണ് അലൂവിയൽ സോയിൽ എന്നറിയപ്പെടുന്ന എക്കൽ മണ്ണ്. അലൂവിയൽ സോയിൽ എന്നറിയപ്പെടുന്ന എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ 43% നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ അറിയുന്ന അലൂവിയൽ സോയിലിന്റെ രൂപാന്തരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്. റിവർ ഡെപ്പോസിഷൻ, നദി വഹിച്ചുകൊണ്ട് വരികയും നദി നിക്ഷേപണ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് ഏതെന്ന് പറയുന്നത്? അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന സെഡിമെന്റ്സും അലൂവിയലും ഒക്കെ തന്നെ ഈ കാണുന്ന നോർത്തേൺ പ്ലെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ്
പഞ്ചാബ്, ഹരിയാന, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെ സദേൺ ഭാഗം, ഹിമാചൽ പ്രദേശിന്റെ സദേൺ ഭാഗം, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാള്, ജാർഖണ്ഡും വെസ്റ്റ് ബംഗാളും തമ്മിൽ അതിർത്തി പങ്കുവെക്കുന്ന ഈ പ്രദേശത്തൊക്കെ തന്നെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസ്, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ്, ഒപ്പം തന്നെ ബ്രഹ്മപുത്ര ആസാമിൽ നിക്ഷേപണ പ്രവർത്തനം നടത്തുന്നുണ്ട്. ആസാം സമതല പ്രദേശം ഇവിടെയൊക്കെ നമുക്ക് അലൂവിയൽ സോയിൽ കാണാൻ കഴിയുന്നുണ്ട്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്, സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയാസിൽ നമുക്ക് ആരെ കാണാൻ കഴിയുന്നുണ്ട്? യെസ്, അലൂവിയൽ സോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒഡീഷയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തമിഴ്നാടുവിന്റെ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്, ഒപ്പം തന്നെ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നമുക്ക് അലൂവിയൽ സോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയാസിൽ അലൂവിയൽ സോയിൽ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിന് കാരണം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒഡീഷയുടെ ദുഃഖം, സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്ന റിവർ ആണ് ആര്? മഹാനദി പ്രധാനമായിട്ടും മഹാനദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ വച്ചാണ് മഹാനദി ഒറിജിൻ ചെയ്യുന്നത്. ഒഡീഷയിൽ കൂടിയാണ് മഹാനദി ഒഴുകുന്നത്. അപ്പൊ ഈ മഹാനദി ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയസിൽ എത്തിയിട്ട് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ ഡിസ്ചാർജ് ആകുന്ന നദിയാണ് മഹാനദി. അതുപോലെ തന്നെ ഗോദാവരി, അതുപോലെ തന്നെ കൃഷ്ണ, അതുപോലെ തന്നെ കാവേരി, ഇവയെല്ലാം തന്നെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ നദികൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. അപ്പൊ ഈ നദികൾ ഇന്ത്യയുടെ കിഴക്കൻ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അപ്ഹോൾഡ് ആണ്. ഇന്ത്യയുടെ കിഴക്കൻ കോസ്റ്റൽ ഏരിയ സമുദ്ര തറയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കാൻ കഴിയുന്നില്ല. എന്ത് സംഭവിക്കുന്നു? നദി വഹിച്ചു കൊണ്ടുവന്ന അവസാദവും എക്കൽ മണ്ണും ഒക്കെ നിക്ഷേപിച്ച് നദി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് കൈവഴികളായിട്ട് പിരിഞ്ഞാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ആരൊക്കെയാണ്? മഹാനദി ആയിക്കോട്ടെ, ഗോദാവരി ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, കാവേരി ആയിക്കോട്ടെ, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പിരിഞ്ഞാണ് എവിടെ പതിക്കുന്നത്? ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഇതാണെന്ന് പറയുന്ന അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ ആണ് ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റിച്ച് ഇൻ അലൂവിയൽ ഡെപ്പോസിറ്റ് ഇവിടെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒഡീഷ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാളിന്റെ ഭാഗം, അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗം, ഇവിടെയൊക്കെ ഈ ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയാസിന്റെ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് അലൂവിയൽ സോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്തേൺ പ്ലെയിൻ ആൻഡ് ഈസ് ഫോംഡ് ഓഫ് ഓൾഡർ അലൂവിയം. നോർത്തേൺ പ്ലെയിനിൻ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഓൾഡർ അലൂവിയൽ സോയിലിന്റെ പേരെന്താണ്? ടെറായി, ഭാബർ, ഭംഗർ, ഖാദർ. പലപ്പോഴും ഈ 4 ഓപ്ഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഈ 4 ഓപ്ഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പല എക്സാമിനും വരാറുണ്ട്. ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് പോകാം. ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന നദികൾ അതിശക്തമായിട്ടാണ് ഒഴുകുന്നത്. പ്രത്യേകിച്ച് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ച് ഒറിജിൻ ചെയ്യുന്ന നദികൾ ഏറ്റവും ഹിമാലയത്തിന്റെ ഔട്ടർ റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശിവാലിക് ആണ്. ഹിമാലയത്തിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് റേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത്? ശിവാലിക് എന്ന് പറയുന്നത്. ഈ ശിവാലിക് മലനിരകളുടെ സദേൺ ഭാഗത്താണ് നമുക്ക് നോർത്തേൺ പ്ലെയിൻ, ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശിവാലിക്കിന്റെ ഭാഗത്ത് കൂടി ഒഴുകുന്ന നദികൾ അതിശക്തമായിട്ട് ഒഴുകുന്നതിന്റെ ഫലമായിട്ട് നദി വെള്ളം മാത്രമല്ല വഹിച്ചു കൊണ്ടുവരുന്നത്, സെഡിമെന്ററും അലൂവിയലും മാത്രമല്ല വഹിച്ചു കൊണ്ടുവരുന്നത്, ഉരുളൻ പാറക്കല്ലുകൾ ഒക്കെ തന്നെ ശിവാലിക്കിന്റെ സൗത്ത് ആയിട്ട് ഈ രീതിയിൽ ഡെപ്പോസിഷൻ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ ശിവാലിക്കിന്റെ നിയർ സൗത്ത് നമ്മൾ കാണുന്ന മേഖലയാണ് ഭാബർ റീജൻ എന്ന് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് നദികൾ ഡിസപ്പിയർ ആകുന്നു. നദികൾ എന്ത് ചെയ്യുന്നു? ഡിസപ്പിയർ ആകപ്പെടുന്ന കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ നദി ഈ ഉരുളൻ പാറക്കല്ലുകളുടെ ഉള്ളിൽ കൂടി ഒഴുകുന്നുണ്ട്. പക്ഷെ നദി വഹിച്ചു കൊണ്ടുവന്ന ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നദി വഹിച്ചു കൊണ്ടുവന്ന ഉരുളൻ കല്ലുകളൊക്കെ കിടക്കുന്ന ബെൽറ്റ് റീജൻ ആണ് ഭാബർ റീജൻ. ശിവാലിക്കിന്റെ നിയർ സൗത്ത് ആണ് ഭാബർ റീജൻ. റിവേഴ്സ് ആർ ഡിസപ്പിയർ ആണ് ഭാബർ റീജൻ. അത് ഉരുളൻ കല്ലുകൾ പെബിൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന മേഖലയാണ് ഭാബർ റീജൻ. ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതുകൊണ്ട് തന്നെ ഭാബർ റീജനിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. നോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. ഈ ഉരുളൻ കല്ലുകളുടെയൊക്കെ മുകളിൽ നമുക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യുമോ ആരെങ്കിലും? ഇല്ല. ഈ ഭാബർ റീജന്റെ സൗത്ത് ആയിട്ടാണ് ഒരു മാർഷി ലാൻഡ്, അതായത് ഡിസപ്പിയർ ആയ റിവേഴ്സ് എല്ലാം തന്നെ റീ എമേർജ് ആകുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നദി വഹിച്ചു കൊണ്ടുവരുന്ന സെഡിമെന്റ്സും അലൂവിയലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു മാർഷി ചതുപ്പ് പ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് ടെറായി റീജൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? ടെറായി റീജൻ അതൊരു മാർഷി ലാൻഡ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ടെറായി റീജൻ. റിവേഴ്സ് ആർ റീ എമേർജ്ഡ്. നദികൾ റീ എമേർജ് ചെയ്യപ്പെടുന്ന പ്രദേശമാണ് ടെറായി റീജൻ എന്ന് പറയുന്നത്. ഈ ടെറായി റീജന്റെ സൗത്ത് ആയിട്ടാണ് നമുക്ക് അലൂവിയൽ ഡെപ്പോസിഷൻ കാണാൻ കഴിയുന്നത്. നദികളുടെ തൊട്ടടുത്ത് നദി ഫ്ലഡ് വരുമ്പോൾ നദിയുടെ ഇരു കരകളിലും പുതുതായി നദി എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അലൂവിയൽ സോയിലാണ് ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിൽ ഈസ് നോൺ ആസ് ഖാദർ. ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിലിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഖാദർ എന്ന് പറയുന്നത്. ഇതിൽ ഓൾഡ് അലൂവിയൽ സോയിൽ ഇപ്പൊ പുതുതായി രൂപം കൊണ്ട് ഈ പ്രധാനമായിട്ട് നോർത്തേൺ പ്ലെയിൻ നമുക്ക് പരിശോധിക്കുമ്പോൾ വർഷത്തിൽ 2 തവണ അവിടെ ഫ്ലഡ് ഉണ്ടാകും. ഒന്ന് സമ്മർ സീസണിൽ മഞ്ഞുരുകിയുള്ള വെള്ളത്താൽ ഫ്ലഡ്, മറ്റൊന്ന് മഴക്കാലത്തും ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തൊട്ട് 6-8 മാസം മുന്നേ രൂപം കൊണ്ട ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിലിനെ അടുത്തൊരു ഫ്ലഡ് വരുമ്പോൾ നദി എന്ത് ചെയ്യുന്നു? തള്ളി ഉള്ളിലോട്ട് നീക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ഫ്ലഡ് കൂടി രൂപം കൊള്ളുമ്പോൾ ഈ ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിലിനെ നദി എന്ത് ചെയ്യുന്നു? തള്ളി ഉള്ളിലോട്ട് ഇങ്ങനെ നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അലൂവിയൽ സോയിലിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന്, ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിലിനെയാണ് നമ്മൾ ഖാദർ എന്ന് വിളിക്കുന്നത്. ഖാദർ അതെല്ലാവർക്കും തെറ്റുന്നതാണ്, തെറ്റേണ്ട കാര്യമില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉടുപ്പ് കണ്ടിട്ടില്ലേ? ഖദർ ഉടുപ്പ്, ഉജ്ജാലയൊക്കെ മുക്കി നല്ല നീല അല്ലെ, അടിപൊളിയായിട്ട് പുതുതായിട്ടിരിക്കും. അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലൂവിയൽ സോയിൽ ഏതാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, കംഫോർട്ട് ആയിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അത് ഖാദർ ആണ്. ഓക്കെ ആണല്ലോ? ഖാദർ ആണ്. ഭങ്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂര്യരശ്മികൾ സൺറൈസ് ഈ ഖാദർ എന്ന് പറയുന്ന അലൂവിയൽ സോയിലിൽ അടിക്കുന്നതിന്റെ ഫലമായി, തുടർച്ചയായിട്ട് അടിക്കുന്നതിന്റെ ഫലമായിട്ട് ഇതിൽ കാൽക്കോരിയസ് ഡെപ്പോസിഷൻ രൂപം കൊള്ളുന്നു. ഓൾഡ് അലൂവിയൽ സോയിലിൽ എന്ത് രൂപം കൊള്ളുന്നുണ്ട്? കാൽസ്യത്തിന്റെ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ കാൽക്കോരിയസ് ഡെപ്പോസിഷൻ രൂപം കൊള്ളുന്നതിന്റെ ഫലമായിട്ട് ഈ ഓൾഡ് അലൂവിയൽ സോയിൽ ആയിട്ടുള്ള ഭങ്കർ എന്തായിട്ട് മാറുന്നു? റിജിഡ് ആയിട്ട് മാറുന്നു, ദൃഢത. സ്വാഭാവികമായിട്ടും ചെടികളുടെ ഒക്കെ റൂട്ടൊക്കെ വളരാനും ഗ്രോത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നോർത്തേൺ പ്ലെയിൻ, ഉത്തര മഹാസമുദ്രത്തിന്റെ കൂടുതൽ ഭാഗത്തും ഇങ്ങനെ വെറുതെ തരിശ് ഭൂമി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ പറഞ്ഞ ഭങ്കർ. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്? ഭങ്കർ. പക്ഷെ ഇന്ന് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇന്നോവേഷന്റെ ഒക്കെ കണ്ടുപിടുത്തവും പുതിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഡെവലപ്മെന്റ് ഒക്കെ ഈ പറയുന്ന ഭങ്കർ റീജിയനിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ ഭാബർ ബെൽറ്റ് മടിച്ചു കഴിഞ്ഞു. ശിവാലിക്കിന്റെ നിയർ സൗത്ത് ആണ്. നോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. റിവേഴ്സ് ആർ ഡിസപ്പിയർ. ടെറായി റീജൻ പഠിച്ചു കഴിഞ്ഞു. ടെറായി റീജൻ ഒരു മാർഷി ലാൻഡ് ആണ്. അതുപോലെ തന്നെ ടെറായി റീജൻ റിവേഴ്സ് ആർ റീഎമർജ് ചെയ്യുന്നു. ടെറായി റീജനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ ദുധുവ നാഷണൽ പാർക്ക്, ഉത്തർപ്രദേശിലെ ദുധുവ നാഷണൽ പാർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? ടെറായി റീജനിലാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അവിടെ
അവിടുത്തെ മൃഗങ്ങളുടെയൊക്കെ പിക്ചറൊക്കെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുക്കാറുണ്ട്. ദേഹമാസകലം വൃത്തിയില്ലാതെ ചെളിയൊക്കെ പുരണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് മാർഷി ലാൻഡ് അല്ലേ ടെറായി റീജൻ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണുന്നത്. ഖാദർ എന്ന് പറയുന്ന ആരാണ്? ന്യൂലി ഫോംഡ് അലൂവിയൽ സോയിൽ കൃഷിക്ക് അനുയോജ്യമാണ്. ഭങ്കർ എന്ന് പറയുന്നത് ഓൾഡ് അലൂവിയൽ സോയിൽ കൃഷിക്ക് അനുയോജ്യമല്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ഭങ്കർ ആണ് കാണാൻ കഴിയുന്നത്. The largest inland salt lake Sambhar is located in the dash of India. എവിടെയാണ് നമുക്ക് ഇന്ത്യയിലെ ഇൻലാൻഡ് സോൾട്ട് ലേക്ക്, ഉപ്പിൽ അല്ലെങ്കിൽ ലവണ ജല തടാകം കാണാൻ കഴിയുന്നത്? ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ആണോ? അല്ല. നോർത്ത് വെസ്റ്റ് ആണോ? സൗത്ത് വെസ്റ്റ് ആണോ? സൗത്ത് ഈസ്റ്റ് ആണോ? ഇന്ത്യയുടെ രാജസ്ഥാനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് സാംഭാർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. ഇൻ ദ ഗിവൺ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിംഗ് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇന്ത്യൻ കൊമേഴ്സ്യൽ ഫാമിംഗ്, തന്നിട്ടുള്ളതിൽ ഇന്ത്യയുടെ കൊമേഴ്സ്യൽ ഫാമിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ 1 സ്ലാഷ് ആൻഡ് ബേൺ. ശരിയാണ്. ഈ സ്ലാഷ് ആൻഡ് ബേൺ ഇന്ത്യയുടെ കൊമേഴ്സ്യൽ ഫാമിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്താ? അതൊരു ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അവിടെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കൃഷി രീതി കാട് വെട്ടിത്തെളിച്ച് തീയിട്ട് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റി അവിടെ കുറെ നാള് കൃഷി ചെയ്ത് അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ചു പോകുന്നു. ഹാർവസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം ഉപേക്ഷിക്കുന്നു, മറ്റൊരു പ്രദേശം തിരഞ്ഞെടുക്കുന്നു. അവിടെയും സ്ലാഷ് ആൻഡ് ബേൺ, അത് കാട് വെട്ടിത്തെളിച്ച് തീയിട്ട് എന്ത് ചെയ്യുന്നു? കൃഷിക്ക് അനുയോജ്യമായ ഒരു പ്രദേശമാക്കി മാറ്റുന്നു. അതൊരു ട്രഡീഷണൽ ഫാമിംഗ് രീതിയാണ് സ്ലഷ് ആൻഡ് ബേൺ. ബാക്കി ഓപ്ഷൻസ് നോക്കൂ. ഇൻസെക്ടിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ് കൊമേഴ്സ്യൽ ഫാമിംഗ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസർ കൊമേഴ്സ്യൽ ഫാമിംഗിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് കൊമേഴ്സ്യൽ ഫാമിംഗിലാണ് കാണാൻ കഴിയുന്നത്. ട്രഡീഷണൽ സീഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ സ്ലാഷ് ആൻഡ് ബേൺ ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ കൊമേഴ്സ്യൽ ഫാമിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്നുള്ള കേസ് കൂടി ഓർത്തു വയ്ക്കുക. ആൻസർ സ്ലാഷ് ആൻഡ് ബേൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ഈസ് ദ നെയിം ഓഫ് ദ ഹൈയസ്റ്റ് പീക്ക് ഓഫ് ഈസ്റ്റേൺ ഗാറ്റ്? ഈസ്റ്റേൺ ഗാറ്റ് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? പെൻസിലാർ ഇന്ത്യ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഈസ്റ്റേൺ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ കാണുന്നതാണ് ഈസ്റ്റേൺ ഗേറ്റ് ആയിട്ട്. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും. അതിൽ പൂർവ്വഘട്ട മലനിരകളെയാണ് ഈസ്റ്റേൺ ഗേറ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഗേറ്റിന് ഹൈയസ്റ്റ് പീക്ക് തന്നിട്ടുള്ളതിൽ കാഞ്ചൻജംഗ സിക്കിമിലാണ്, ഒരിക്കലും ഇവിടെയല്ല. മഹേന്ദ്രഗിരി, കാസി, ജയന്തി, ഖാസി, ഗാരോ മേഘാലയയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെയല്ല. ആനമുടി വെസ്റ്റേൺ ഗേറ്റ് ഇടുക്കിയിലാണ് വരുന്നത്. ആൻസർ ഏതാണ്? മഹേന്ദ്രഗിരിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. തന്നിട്ടുള്ളതിൽ ഈസ്റ്റേൺ ഗേറ്റിന്റെ ഹൈയസ്റ്റ് പീക്ക് മഹേന്ദ്രഗിരിയാണ്. 1501 മീറ്റർ ആണ്. ഒഡീഷയിലാണ് നമുക്ക് മഹേന്ദ്രഗിരി കാണാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 1501 മീറ്റർ. ഇത് ഓർത്ത് വയ്ക്കുക. കാരണം നിലവിൽ ഈസ്റ്റേൺ ഗേറ്റിലെ ഹൈയസ്റ്റ് പീക്ക് ജിന്ദാഗഡ ആന്ധ്രാപ്രദേശിലെ അരക്കു വാലിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജിന്ദാഗഡയുടെ എലിവേഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് 1690 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ജിന്ദാഗഡയും ഓർക്കണം, അതുപോലെ തന്നെ മഹേന്ദ്രഗിരിയും ഓർക്കുക. ഇനി ഈസ്റ്റേൺ ഗേറ്റിലെ ഹൈയസ്റ്റ് പീക്ക് ഏതെന്ന് ചോദിച്ചാൽ ജിന്ദാഗഡയാണ് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ് ഈസ് വെസ്റ്റ് ഫ്ലോയിങ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻസർ നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. കൃഷ്ണ ആൻഡ് കാവേരി അല്ലെ. മഹാനദി, സോറോ ഓഫ് ഒഡീഷ, ഈസ്റ്റ് ഫ്ലോയിങ് റിവർ. ഗോദാവരി, ലൈഫ് ലൈൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ആരാണ്? ഗോദാവരി, ഈസ്റ്റ് ഫ്ലോയിങ് റിവർ.
അടുത്ത നമ്മൾ കണ്ടത് കൃഷ്ണ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ, കാവേരി ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. അപ്പൊ ആരൊക്കെയാണ്? കൃഷ്ണ കാവേരി പടിഞ്ഞാറോട്ടല്ല ഒഴുകുന്നത്. മഹാനദി കൃഷ്ണ പടിഞ്ഞാറോട്ടല്ല ഒഴുകുന്നത്. നർമ്മദ തപി ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. മഹാനദി ഗോദാവരി പടിഞ്ഞാറോട്ടല്ല കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ആൻസർ നർമ്മദ ആൻഡ് തപി റിവർ ആണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓർത്ത് വയ്ക്കുക, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികളിൽ ലാർജസ്റ്റ് റിവർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് നർമ്മദ റിവർ. നർമ്മദ ഡിസ്ചാർജ് ചെയ്യുന്നത്, നർമ്മദ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് നർമ്മദ നദി എവിടെ പതിക്കുന്നുണ്ട്? അറബിക്കടലിൽ പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്പുര മൗണ്ടെയിൻ റേഞ്ചസിൽ വെച്ചാണ് നർമ്മദയുടെ ഒറിജിൻ. എവിടെയാണ്? സത്പുര മൗണ്ടെയിൻ റേഞ്ചസിലെ അമർകണ്ടക് പ്ലേറ്റു. ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സത്പുര മൗണ്ടെയിൻ റേഞ്ചസിലെ അമർകണ്ടക് പ്ലേറ്റൂസിൽ വെച്ചാണ് നർമ്മദ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ നർമ്മദ എന്ത് ചെയ്യുന്നുണ്ട്? മധ്യപ്രദേശിൽ കൂടി ഒഴുകുന്നു, മഹാരാഷ്ട്രയിൽ കൂടി ഒഴുകുന്നു, മധ്യപ്രദേശിൽ കൂടി ഒഴുകുന്നു, മഹാരാഷ്ട്രയിൽ കൂടി ഒഴുകുന്നു, ഗുജറാത്തിൽ കൂടി ഒഴുകുന്നു. പ്രധാനമായിട്ടും 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അറബിക്കടലിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? നർമ്മദ. നർമ്മദയുടെ ഇരട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ആര്? തപി റിവർ. തപിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഈ പറഞ്ഞുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് 3 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്. മധ്യപ്രദേശിലെ ബെതുൽ ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് തപി റിവർ ഒറിജിൻ ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി ഓർക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം, ദ ബിസ്ത് ദോബ് കനാൽ സിസ്റ്റം ആൻഡ് മഗു കനാൽ സിസ്റ്റം ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ബിസ്ത് ദോബ് കനാൽ സിസ്റ്റവും മഗു കനാൽ സിസ്റ്റവും നമുക്ക് കാണാൻ കഴിയുന്നത്? അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പഞ്ചാബിലാണ് ഈ ദോബ് സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുന്നത്, കനാൽ സിസ്റ്റം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എളുപ്പമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏകദേശം 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ സീരീസിൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം റിലേറ്റഡ് ഫാക്ട് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ വന്ന വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതിന്റെ 2ാമത്തെ സീരീസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്